മാൻവട്ടം ഇടവകയ്ക്ക് അഭിമാനമായി മാറുകയാണ് സാലിമ ജോളി ദമ്പതികൾ. ഡൽഹിയിൽ നടക്കുന്ന രാജ്യത്തിന്റെ 76ാം സ്വാതന്ത്ര്യദിന പരിപാടികളിൽ പങ്കെടുക്കാൻ ഇവർക്ക് പ്രധാനമന്ത്രിയുടെ ക്ഷണം ലഭിച്ചിരിക്കുകയാണ്. കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കമ്പനികളിലെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ വനിതകൾക്കും അവരുടെ ഭർത്താക്കന്മാർക്കുമായി നബാർഡ് ഒരുക്കിയ അവസരമാണ് പ്രസ്തുത ക്ഷണത്തിന് നിദാനമായത്. കർഷകരെ സഹായിക്കുന്നതിനായി ഒരു ഉൾഗ്രാമത്തിൽ പ്രവർത്തനമാരംഭിച്ച മാൻവട്ടം ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ഇന്ന് രാജ്യം മൊത്തം അറിയപ്പെടാനുള്ള ഒരു വേദി ഒരുങ്ങിയിരിക്കുകയാണ്. കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കമ്പനികളിലെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ വനിതകൾക്കും അവരുടെ ഭർത്താക്കന്മാർക്കും സ്വാതന്ത്ര്യദിന പരിപാടികളിൽ പങ്കെടുക്കാൻ നബാർഡ് വഴി രാജ്യം ഒരു അവസരം ഒരുക്കിയിരുന്നു. നബാർഡ് വഴി പ്രസ്തുത അവസരം ലഭിച്ചിരിക്കുന്നത് മാൻവട്ടം ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയിലെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളിൽ ഒരാളായ സാലിമ ജോളിക്കാണ്. കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളിൽപ്പെട്ട ഒരേയൊരു വനിതയാണ് സാലിമ. കോവിഡ് കാലഘട്ടത്തിൽ കർഷകരെ സഹായിക്കുന്നതിനും കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും വേണ്ടിയാണ് മാൻവട്ടം ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിക്ക് മാൻവട്ടം ഇടവകജനത്തിന്റെ സഹകരണത്തോടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ജോലി സാധ്യതയും മൂല്യവത്തായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും ചെയ്തതുവഴി കർഷകർക്ക് തീർത്തും താങ്ങായി മാറിയ കമ്പനിക്ക് നബാർഡ് അംഗീകാരം ലഭിക്കുകയായിരുന്നു. കർഷകർ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന വിളകളും മറ്റും ന്യായമായ വിലയ്ക്ക് കമ്പനി എടുക്കുകയും അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി മാറ്റി വിപണി സാധ്യത ഉയർത്തുക കൂടി ചെയ്യുന്നുണ്ട് മാൻവട്ടം ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി. ഏകദേശം 300ഓളം പേർ ഇതിൽ അംഗങ്ങളാണ്. കമ്പനിയുടെ പ്രവർത്തനങ്ങൾ മാൻവട്ടത്തെ കർഷകർക്ക് വലിയൊരു താങ്ങാണെന്ന് സാലിമ പറയുന്നു. കർഷകർക്ക് ഇതൊരു താങ്ങാണ്. ആൾക്കാർക്ക് ജോലിയില്ലാതിരുന്ന അവസരത്തിൽ ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്നതിനുള്ള സാഹചര്യം എല്ലാവർക്കുമുണ്ട്. അതുപോലെ തന്നെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയ്ക്ക് ഈ കമ്പനിയിലേക്ക് എടുത്ത് കർഷകർക്ക് ഒരു വിപണിയായിട്ട് ഇത് മാറുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കമ്പനിയിൽ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ എടുത്തിട്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കിയാണ് മാറ്റുന്നത്. അതിലൂടെ വിവിധ തരം പൊടികൾ, അച്ചാറുകൾ, മുളക് പൊടി, അങ്ങനെയുള്ള പൊടികൾ, പിന്നെ പലഹാരങ്ങൾ, വെളിച്ചെണ്ണ, ശുദ്ധമായ അതായത് പച്ച തേങ്ങ എടുത്തിട്ട് അത് ഡ്രയറിലിട്ട് ഉണങ്ങി കൊപ്രയാക്കി വെളിച്ചെണ്ണയാക്കിയാണ് ചെയ്യുന്നത്. അങ്ങനെ ശുദ്ധമായ ഭക്ഷണ സാധനങ്ങളാണ് ഇത് നൽകുന്നത്. ഈ കമ്പനിക്ക് ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. ഔട്ട്ലെറ്റിലൂടെ നമ്മുടെ സമൂഹത്തിന് ഇതുപോലെ വിഷമയമല്ലാത്ത ഭക്ഷണ സാധനങ്ങൾ നൽകുന്നതിനും അതുപോലെ നമ്മുടെ സഹജീവികളുടെ ആരോഗ്യം സൂക്ഷിക്കുന്നതിനും ഇത് സാധിക്കുന്നുണ്ട്. ഒത്തിരിയേറെ ഇതറിഞ്ഞ് കേട്ട് NRIസും എല്ലാവരും അവർ ലീവിനൊക്കെ വരുമ്പോൾ വന്ന് സാധനങ്ങളെല്ലാം മേടിക്കുന്നു. അതുപോലെ തന്നെ അയൽപക്കത്തുള്ള ആൾക്കാരും എല്ലാവരും ഇതിൻ്റെ മഹത്വം അറിഞ്ഞ്, നന്മയറിഞ്ഞ്, ഇതിനോടുള്ളൊരു വിശ്വാസ്യത മനസ്സിലാക്കി ഈ കമ്പനിയിൽ വന്ന് സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കമ്പനിയെ ആക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ഫുഡ് പ്രോഡക്ട്സ് ആയിരുന്നു ആദ്യമേ ഇത്. അതാക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ വികാരിയച്ഛൻ റവറൻഡ് ഡോക്ടർ സൈറസ് വേലമ്പറമ്പിലാണ് ഇതിനുവേണ്ടി എല്ലാ പ്രയത്നങ്ങളും എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയത്. അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ഞങ്ങൾ കർഷകരെല്ലാവരും സഹകരിച്ചു. അപ്പം ഈ ഫുഡ് പ്രോഡക്ട്സിൻ്റെ പ്രവർത്തനം കണ്ടിട്ട് നബാർഡ് ഇതിനെ ഒരു ഗവൺമെൻറ് അംഗീകൃത കമ്പനിയാക്കാനായിട്ട് വേണ്ട എല്ലാ ഹെൽപ്പുകളും ചെയ്തു തന്നു. അങ്ങനെ ഇതിപ്പോൾ അറിയപ്പെടുന്നത് മാൻവട്ടം ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി എന്നാണ്. ആ കമ്പനിയിലെ ഒരു ഡയറക്ടർ ബോർഡ് അംഗമാണ് ഞാൻ. അതിൽ 300-ൽ പരം ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. മികച്ച കർഷകർ കൂടിയാണ് സാലിമയും ഭർത്താവ് അറക്കൽ ജോളി അലക്സാണ്ടറും. നെല്ല്, തെങ്ങ്, വാഴ, ജാതി, പച്ചക്കറി തുടങ്ങിയവയെല്ലാം ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. ഒപ്പം മാഞ്ഞൂർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ കൂടിയായ സാലിമ ഇടവകയുടെയും രൂപതയുടെയും വിവിധ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമാണ്. മാൻവട്ടം ഇടവക വികാരി ഫാദർ സൈറസ് വേലമ്പറമ്പിലിന്റെ ആശയവും പ്രയത്നവുമാണ് മാൻവട്ടം ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയെ ഉയർത്തിയതെന്നും അച്ഛന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുകയായിരുന്നുവെന്നും സാലിമ പറയുന്നു. നബാർഡ് അംഗീകൃതമായിട്ടുള്ള ഒരു മൂല്യവർദ്ധിത സംസ്കരണ ഫാക്ടറിയാണ്, കമ്പനിയാണിത്. പാലാ രൂപത PSWസിൻ്റെയും സോഷ്യൽ വർക്കിൻ്റെയും നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ്. ഇടവകയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് 2-3 വർഷങ്ങളോളമായി. നബാർഡ് അംഗീകൃത കമ്പനിയായിട്ട് പ്രവർത്തനം തുടങ്ങിയിട്ട് 1 വർഷത്തോളമായി. നബാർഡ് വഴിയാണ് ഈ ഒരു സുവർണാവസരം എത്തിച്ചേർന്നത്. സാലിമ ഇവിടെ ഈ സ്വയം സഹായ സംഘം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം അധ്വാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടവകയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് പറയാൻ ഞാൻ പ്രത്യേകം ആഗ്രഹിക്കുകയാണ്. ഇടവകയിലെ ഈ യോഗപ്രതിനിധിയാണ്.
അതുപോലെ തന്നെ സൺഡേ സ്കൂൾ അധ്യാപികയാണ് വർഷങ്ങളായിട്ട്. അതുപോലെ മാതൃവേദിയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. രൂപതയിലും സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഭാരവാഹിയായിരുന്നു. അതുപോലെ തന്നെ DFC ദിവ്യ ഫ്രണ്ട്സ് ക്ലബിൻ്റെ ഇടവകയിലെയും രൂപതയിലെയും ഭാരവാഹിയായിരുന്നു. അവർ ഈ മാനവട്ട ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി രൂപീകരിക്കാനായിട്ട് നാളുകളായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 10,000 കമ്പനികൾ രൂപീകരിക്കുക എന്നുള്ള ആ പോളിസിയുടെ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് നബാർഡ് ഞങ്ങളുടെ ഈ മാനവട്ടം ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയെയും ഇങ്ങനൊരു കമ്പനിയാക്കി മാറ്റിയത്. അതിനു മുമ്പേ തന്നെ കമ്പനിയാക്കുന്നതിന് മുമ്പേ തന്നെ ഞങ്ങൾ രൂപതയുമായി ചേർന്ന് മാനവട്ട ഫാർമേഴ്സ് ക്ലബ്ബ് പ്രവർത്തിക്കുകയും കമ്പനി നടത്താനുള്ള ശ്രമങ്ങളെല്ലാം നടത്തുകയും ചെയ്തിരുന്നു. അത് ആളുകളിൽ നിന്ന് നല്ല ഒരു ഫണ്ട് കളക്ട് ചെയ്ത് പള്ളിയിൽ നിന്ന് നൽകിയ സ്ഥലത്ത് പള്ളി പണിയിപ്പിച്ച കെട്ടിടത്തിൽ ഇപ്പോൾ ഈ കമ്പനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നബാർഡിൻ്റെ സഹായമുണ്ട്. കൂടാതെ ഹോർട്ടികോർപ്പിൻ്റെ കേരള സ്റ്റേറ്റ് മിഷൻ ഹോർട്ടിക്കൾച്ചറിൻ്റെയും ഒരു സഹായം ഇതിൻ്റെ പിന്നിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കമ്പനിയുടെ ഡയറക്ടർ ബോർഡിലും ഈ സാൽമ ഒരു അംഗമാണ്. സാൽമയ്ക്കും ജോളിക്കും ലഭിച്ച വലിയ ഒരു അവസരമാണ്, ഒരു സുവർണാവസരമാണ് ഇപ്രകാരം ഡൽഹിക്ക് പോയി അവിടുത്തെ സ്വാതന്ത്ര്യദിന പരേഡിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നത്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള VVIPകൾ പങ്കെടുക്കുന്ന സ്വാതന്ത്ര്യദിന പരിപാടികളിൽ പങ്കെടുക്കാൻ സാലിമയ്ക്കും ഭർത്താവിനും അവസരം ലഭിച്ചത് വലിയ അംഗീകാരമായാണ് മാൻവട്ടം ഇടവക കാണുന്നത്. ദേശീയ പതാക ഉയർത്തുന്ന ചടങ്ങിലും ഇതിനോട് അനുബന്ധിച്ച് നടക്കുന്ന സ്വാതന്ത്ര്യദിന പരേഡിലും എല്ലാം സാലിമയും ഭർത്താവ് അറക്കൽ ജോളി അലക്സാണ്ടറും ക്ഷണിതാക്കളാണ്. ഡൽഹിക്കുള്ള ട്രെയിൻ ടിക്കറ്റ്, ചടങ്ങിൽ പങ്കെടുക്കാനുള്ള പാസ് എല്ലാം ഗവൺമെന്റ് തന്നെ ക്രമീകരിക്കുകയായിരുന്നു. ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ഓഗസ്റ്റ് 12-ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട ഇവർ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം ഓഗസ്റ്റ് 18-നാണ് മടങ്ങിയെത്തുക. ഷെക്കിന ന്യൂസ്, കോട്ടയം.